Hi everyone. Research methodology second chapter chapter number 2 process of research then നമ്മുടെ previous class research എന്താ നമ്മൾ പറഞ്ഞു then research process അത് എങ്ങനെയാണെന്നുള്ളത് അതിന്റെ ഒരു steps എങ്ങനെയാണെന്നുള്ളത് just എല്ലാം ഒന്ന് mention ചെയ്തു sort out ചെയ്തു ഏതൊക്കെയാ 14 steps എന്നുള്ളത് then next നമ്മൾ എന്ത് പറഞ്ഞു അതിലെ first step ഫസ്റ്റ് സ്റ്റെപ്പ് എന്തായിരുന്നു ടോപ്പിക് സെലക്ട് ചെയ്യുക ഒരു റിസർച്ച് പ്രോബ്ലം ഐഡന്റിഫൈ ചെയ്യാന്നുള്ളതായിരുന്നു ഫസ്റ്റ് സ്റ്റെപ്പ് അതെന്താന്ന് പറഞ്ഞു അവിടുന്ന് ഏതൊക്കെ രീതിയിലാണ് നമ്മളൊരു റിസർച്ച് പ്രോബ്ലം സെലക്ട് ചെയ്യണത് അല്ലെങ്കിൽ എവിടെ നിന്നൊക്കെയാണ് വാട്ട് ആർ ദി സോഴ്സസ് ഓഫ് എ പ്രോബ്ലം എവിടെ നിന്നൊക്കെയാണ് നമുക്കൊരു റിസർച്ച് പ്രോബ്ലം കിട്ടുക എന്നൊക്കെ പറഞ്ഞു മേ ബി ഡിസ്കഷൻസ് ത്രൂ ആവാം അതല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ ഫീൽഡ് എക്സ്പോഷേഴ്സ് ആവാം അല്ലെങ്കിൽ നമ്മുടെ ഡെയിലി എക്സ്പീരിയൻസസ് ആവാം നമ്മൾ വായിക്കുമ്പോഴാവാം നമ്മുടെ അക്കാദമിക് എക്സ്പീരിയൻസ് ആവാം അങ്ങനെയെല്ലാം നമ്മൾ പറഞ്ഞു സോ നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് നമ്മൾ കവർ ചെയ്തു ഇനി റിസർച്ചിന്റെ സെക്കൻഡ് സ്റ്റെപ്പ് ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണ് ഒരു പ്രോബ്ലം സെലക്ട് ചെയ്യുക അല്ലെ ഇനി സെക്കൻഡ് സ്റ്റെപ്പ് ഇനീഷ്യൽ സർവേ ഓഫ് ലിറ്ററേച്ചറിനെ ഇനീഷ്യലി എന്ത് ചെയ്യണം ഒന്ന് സർവേ ചെയ്യണം അല്ലെങ്കിൽ ഒന്ന് അനലൈസ് ചെയ്യണം അതാണ് നമ്മുടെ സെക്കൻഡ് സ്റ്റെപ്പ് ആഫ്റ്റർ ദ ടെൻറ്റേറ്റീവ് സെലക്ഷൻ ഓഫ് ദ ടോപ്പിക് researcher is required to go through the relevant literature. They should review two types of literature. First one, the conceptual literature related to concepts and theories. Then the next one, the empirical literature consists of studies which made earlier. The initial research helps to develop an understanding of the basic facts, major issues, underlying theories, etc. എന്താ പറയണത് നമ്മൾ ഫസ്റ്റ് സ്റ്റെപ്പിൽ ടെൻറ്റേറ്റീവ് ആയിട്ട് അതായത് ടെമ്പററി ഇറ്റ്സ് ഓക്കെ എന്ന് തോന്നുന്നു അല്ലെങ്കിൽ ഇറ്റ്സ് ഗുഡ് ടു അല്ലെങ്കിൽ സംതിങ് ന്യൂ കണ്ടുപിടിക്കാനുണ്ട് എന്ന് തോന്നുന്ന ഒരു ടോപ്പിക് അല്ലെങ്കിൽ ഒരു ഏരിയ നമ്മൾ സെലക്ട് ചെയ്യണത് ഇനി അത്തരത്തിലൊരു ടോപ്പിക് അല്ലെങ്കിൽ ഒരു റിസർച്ച് പ്രോബ്ലം ടെൻറ്റേറ്റീവായി സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താണ് ഇനീഷ്യൽ സർവേ ഓഫ് ലിറ്ററേച്ചറിനെ അല്ലെങ്കിൽ ദാറ്റ് റെലവൻറ്റ് ലിറ്ററേച്ചറിലൂടെ ഒന്ന് എന്ത് ചെയ്യണം പോകണം ദാറ്റ് മീൻസ് ഒന്ന് സർവേ ചെയ്യണം നമ്മളൊന്ന് അനലൈസ് ചെയ്യണം ഈ ലിറ്ററേച്ചർ അല്ലെങ്കിൽ റിവ്യൂ എന്ന് പറയുന്നത് രണ്ട് തരത്തിലാണ് ഒന്നെങ്കിൽ ദ കൺസെപ്ച്വൽ ലിറ്ററേച്ചർ റിലേറ്റഡ് ടു ദ കൺസെപ്റ്റ്സ് ആൻഡ് തിയറി ഒന്നെങ്കിൽ നമ്മൾ പഠിക്കാൻ പോകുന്ന ഒരു ടോപ്പിക്കുമായി റിലേറ്റ് ചെയ്ത കൺസെപ്റ്റ്സിനെ നമ്മൾ എന്ത് ചെയ്യും അതിനെ സ്റ്റഡി ചെയ്യും അതിന്റെ തിയോറിറ്റിക്കൽ ഫ്രെയിംവർക്ക് ദാറ്റ് തിയോറിറ്റിക്കൽ കൺസെപ്റ്റ്സ് അതല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും എംപെറിക്കൽ ലിറ്ററേച്ചർ ദാറ്റ് മീൻസ് നമ്മൾ പഠിക്കാൻ പോകുന്ന ആ ഒരു ടോപ്പിക്കിൽ അല്ലെങ്കിൽ ആ ഒരു റിസർച്ച് പ്രോബ്ലത്തിൽ പ്രീവിയസ് സ്റ്റഡീസ് ഒക്കെ നടന്നിട്ടുണ്ടായിരിക്കും അപ്പോൾ പ്രീവിയസ് സ്റ്റഡീസ് ഏർലിയർ അല്ലെങ്കിൽ മുന്നേ എന്തൊക്കെ സ്റ്റഡീസ് നടന്നിട്ടുണ്ട് അതിന്റെ ഫൈൻഡിങ്സ് എന്തൊക്കെയായിരുന്നു അല്ലെങ്കിൽ ഏതൊക്കെ രീതിയിൽ അതിനെ പഠിച്ചിട്ടുണ്ട് അനലൈസ് ചെയ്തിട്ടുണ്ട് അങ്ങനെ നമ്മൾ എന്ത് ചെയ്യുന്നു സ്റ്റഡി ചെയ്യുന്നു ദാറ്റ് മീൻസ് റിവ്യൂ ചെയ്യുന്നു സോ നമ്മൾ എന്താ പറഞ്ഞത് ഫസ്റ്റ് സ്റ്റെപ്പിൽ ടെൻറ്റേറ്റീവ് ആയിട്ട് ഒരു റിസർച്ച് പ്രോബ്ലം അല്ലെങ്കിൽ ഒരു ടോപ്പിക് സെലക്ട് ചെയ്യുന്നു രണ്ടാമത്തെ സ്റ്റെപ്പിൽ നമ്മൾ എന്ത് ചെയ്യാണ് ഇനീഷ്യലി ലിറ്ററേച്ചർ ഒന്ന് റിവ്യൂ ചെയ്യാണ് ഒന്നെങ്കിൽ ആ ടോപ്പിക് നമ്മൾ എടുത്തിട്ടുള്ള ഒരു പ്രോബ്ലത്തിന്റെ കൺസെപ്ച്വൽ ലിറ്ററേച്ചർ ആവാം അതല്ലാന്നുണ്ടെങ്കിലോ അതിൽ നടന്നിട്ടുള്ള പ്രീവിയസ് സ്റ്റഡീസ് ദാറ്റ് മീൻസ് എംപെറിക്കൽ ലിറ്ററേച്ചർ ഓക്കെ ദെൻ ഇത്തരത്തിൽ നമ്മളൊരു ഇനീഷ്യൽ റിസർച്ച് കണ്ടക്ട് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഇത്തരത്തിലൊരു ഇനീഷ്യൽ സർവേ ഓഫ് ലിറ്ററേച്ചർ കണ്ടക്ട് ചെയ്യുമ്പോൾ നമുക്ക് നമ്മൾ എടുത്തിട്ടുള്ള ഒരു ടോപ്പിക്കിന്റെ ബേസിക് ഫാക്ട്സ് അല്ലെങ്കിൽ അതിന്റെ മേജർ ഇഷ്യൂസ് അല്ലെങ്കിൽ അതിന്റെ അണ്ടർലൈൻ തിയോറീസ് അതെല്ലാം എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ വേണ്ടി പറ്റും സോ സെക്കൻഡ് പോയിന്റിൽ എന്താ പറയണത് എന്ത് ചെയ്യാ നമ്മൾ ഇനീഷ്യലി അതായത് ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്യാണ് ആ ലിറ്ററേച്ചർ ഒന്ന് റിവ്യൂ ചെയ്യാണ് ഇനി നമ്മുടെ തേർഡ് സ്റ്റെപ്പ് മൂന്നാമത്തെ സ്റ്റെപ്പാണ് ഫൈനലൈസേഷൻ ഓർ സെലക്ഷൻ ഓഫ് റിസർച്ച് പ്രോബ്ലം നമ്മൾ ആദ്യം ടെൻറ്റേറ്റീവ് ആയിട്ട് സെലക്ട് ചെയ്തത് പിന്നെ ലിറ്ററേച്ചർ ഒക്കെ എന്ത് ചെയ്തു റിവ്യൂ ചെയ്തു ഇനി നമുക്ക് എന്ത് ചെയ്യണം തേർഡ് സ്റ്റെപ്പിലാണ് നമ്മൾ ആ ഒരു റിസർച്ച് പ്രോബ്ലത്തിനെ ഫൈനലൈസ് ചെയ്യണത് ദാറ്റ് മീൻസ് ആഫ്റ്റർ ദ ഇനീഷ്യൽ സർവേ ദ റിസർച്ചർ ഫൈനലൈസസ് ഹിസ് റിസർച്ച് പ്രോബ്ലം ആൻഡ് പുട്ട് ഇൻ ടു സ്പെസിഫിക് ടേം അതായത് ഇനീഷ്യൽ റിസർച്ച് അല്ലെങ്കിൽ ഇനീഷ്യൽ സർവേ കണ്ടക്ട് ചെയ്തതിനു ശേഷം റിസർച്ചർ എന്ത് ചെയ്യുന്നുണ്ട് അയാളുടെ പ്രോബ്ലം അല്ലെങ്കിൽ അയാളുടെ റിസർച്ച് ടോപ്പിക് ഫൈനലൈസ് ചെയ്യുന്നു അത് ആ ഒരു പ്രോബ്ലം ഫൈനലൈസ് ചെയ്ത് അതിനൊരു സ്പെസിഫിക് ടേം അല്ലെങ്കിൽ സ്പെസിഫിക് ഫോർമാറ്റിൽ ആ പ്രോബ്ലം എന്ത് ചെയ്യണം സ്റ്റേറ്റ് ചെയ്യണം വൈൽ സെലക്ടിങ് ദ പ്രോബ്ലം ഫോളോയിങ് പോയിന്റ്സ് ആർ ടു ബി കൺസിഡേർഡ് അതായത് നമ്മളൊരു റിസർച്ച് പ്രോബ്ലം ഫൈനലൈസ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഫൈനലി സെലക്ട് ചെയ്യുമ്പോൾ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ കൺസിഡർ ചെയ്യണം
സബ്ജക്ട് ഷുഡ് ബി അൺകൺട്രോളബിൾ ഇൻ നാച്ചർ. ആ സബ്ജക്റ്റ് അൺകൺട്രോളബിൾ ആയിരിക്കണം. ദെൻ സബ്ജക്ട് ഷുഡ് നോട്ട് ബി ടു വൈഡ്. അതായത് നമ്മൾ എടുക്കുന്ന ഒരു ടോപ്പിക് ഒരുപാട് വൈഡായി പോകാൻ പാടില്ല. അങ്ങനെ ഒരുപാട് വൈഡായി പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് അതൊന്നും ഒന്നും പഠിക്കാൻ പറ്റില്ല. എന്തൊക്കെ ഒരുപാടുണ്ടെങ്കിൽ നമുക്ക് അതൊന്ന് സ്പെസിഫിക് ആയിട്ടൊന്നും പഠിക്കാൻ പറ്റില്ല. അതുകൊണ്ട് എന്താവാൻ പാടില്ല, സബ്ജക്ട് ഒരുപാട് വൈഡ് ആവരുത്. ദെൻ ദ ടോപ്പിക് ഷുഡ് നോട്ട് ബി ടു നാരോ. അതുപോലെ തന്നെ വളരെ ചെറുതുമായിരിക്കരുത്. വളരെ കുഞ്ഞൊരു ടോപ്പിക് എടുത്ത് നമുക്ക് അതിലൊന്നും പഠിക്കാനില്ല. വളരെ വൈഡായിട്ട് എടുത്താലോ നമുക്ക് പഠിച്ചാൽ തീരില്ല, എത്തില്ല. Then the research topic must be suited to his academic background, research talent, knowledge, experiences, etc. നമ്മളൊരു റിസർച്ച് ടോപ്പിക് എടുക്കുമ്പോൾ നമ്മുടെ അക്കാദമിക് ബാക്ക്ഗ്രൗണ്ടുമായിട്ട് സ്യൂട്ടബിൾ ആയിരിക്കണം, സ്യൂട്ട് ചെയ്യണം. അതായത് നമുക്ക് റിസർച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയ ആയിരിക്കണം. നമ്മുടെ ടാലൻറ്റ്, നമ്മുടെ നോളജ്, നമ്മുടെ എക്സ്പീരിയൻസ്, നമ്മുടെ അക്കാദമിക് ബാക്ക്ഗ്രൗണ്ട്സ് അതിനെല്ലാം ഒത്തുപോകണം, അല്ലെങ്കിൽ അതിനെല്ലാം സ്യൂട്ട് ആവുന്ന ഒരു ടോപ്പിക് വേണം നമ്മൾ എടുക്കാൻ. അതല്ലാന്നുണ്ടെങ്കിൽ ആ റിസർച്ച് എന്ന് പറയുന്നത് എന്തായിരിക്കും, നമുക്ക് ഡിഫിക്കൾട്ട് ആയിരിക്കും. Then the limitations such as availability of time and money are also considered while selecting the problem. That means നമുക്കറിയാം, നമുക്ക് ഈ ഒരു റിസർച്ച് ചെയ്യാൻ എത്ര പീരീഡ് ഉണ്ട്, അല്ലെങ്കിൽ എത്ര ഫണ്ട് ഉണ്ട്. അപ്പം അത്തരത്തിലുള്ള ലിമിറ്റേഷൻസ് ഒക്കെ നമ്മൾ എന്ത് ചെയ്യണം, കൺസിഡർ ചെയ്യണം. നമ്മുടെ എമൗണ്ടിന്, നമ്മുടെ മണി ആൻഡ് ടൈം എല്ലാം കൺസിഡർ ചെയ്ത് വേണം നമ്മൾ എന്ത് ചെയ്യാൻ, ഒരു പ്രോബ്ലം സെലക്ട് ചെയ്യാൻ. സോ നമ്മൾ ആദ്യം ടെൻറ്റേറ്റീവ് ആയിട്ട് പ്രോബ്ലം സെലക്ട് ചെയ്യുന്നു. ദെൻ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, അതിനെ റിവ്യൂ ചെയ്യുന്നുണ്ട് ലിറ്ററേച്ചർ. ദെൻ അതിനെ ഫൈനലൈസ് ചെയ്യാണ്. ഫൈനലൈസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, സബ്ജക്റ്റ് അൺകൺട്രോളബിൾ ആയിരിക്കണം, ഒരുപാട് വൈഡ് ആവാൻ പാടില്ല, ഒരുപാട് നാരോ ആവാൻ പാടില്ല. നമ്മുടെ അക്കാദമിക് ബാക്ക്ഗ്രൗണ്ട്, ടാലൻറ്റ്, നോളജ്, എക്സ്പീരിയൻസ് അതിനെല്ലാം സ്യൂട്ട് ആവുന്ന ടോപ്പിക് ആയിരിക്കണം. ദെൻ നമ്മുടെ ടൈമും മണിയെല്ലാം എന്ത് ചെയ്യാൻ പറ്റണം, മാനേജ് ചെയ്യാൻ പറ്റണം, അല്ലെങ്കിൽ ആ ലിമിറ്റേഷൻസിനൊക്കെ ചേർന്ന് പോകുന്ന ടോപ്പിക് ആയിരിക്കണം. Then the fourth step ആണ് formulation of a problem. നമ്മളിപ്പോൾ ടെൻറ്റേറ്റീവായി സെലക്ട് ചെയ്തു, റിവ്യൂ ചെയ്തു ലിറ്ററേച്ചർ, ദെൻ ഫൈനലൈസ് ചെയ്തു. ഇനി ആ പ്രോബ്ലം ഫൈനലൈസ് ചെയ്ത പ്രോബ്ലത്തിനെ നമ്മൾ ഫോർമുലേറ്റ് ചെയ്യണം, സ്ട്രക്ചേർഡ് ആക്കണം. സോ ഇൻ ദിസ് സ്റ്റെപ്പ് the selected problem should be translated and transformed into a scientific research question. നമ്മൾ എടുത്തിട്ടുള്ള ഒരു പ്രോബ്ലത്തിനെ ഒരു സയൻറ്റിഫിക് റിസർച്ച് ക്വസ്റ്റ്യൻ ആക്കി ട്രാൻസ്ലേറ്റ് ചെയ്യണം, അല്ലെങ്കിൽ ട്രാൻസ്ഫോം ചെയ്യണം. It provides the following benefits. അതായത് ഒരു പ്രോബ്ലം ഫോർമുലേറ്റ് ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്, gives a sense of direction to the research. നമ്മൾ എന്തിനാണ് റിസർച്ച് ചെയ്യണത്, അല്ലെങ്കിൽ നമ്മുടെ പർപ്പസ് എന്താ, ഒബ്ജക്റ്റീവ് എന്താന്നുള്ളതിന് ഇറ്റ് ഗിവ്സ് എ സെൻസ് ഓഫ് ഡിറക്ഷൻ. ദെൻ ഇറ്റ് ഐഡൻറ്റിഫൈസ് ദ സ്കോപ്പ് ഓഫ് ദി റിസർച്ച്. റിസർച്ചിൻ്റെ സ്കോപ്പ് ഐഡൻറ്റിഫൈ ചെയ്യാൻ. ആൻഡ് ഇറ്റ് ഹെൽപ്സ് ടു പോയിന്റ് ഔട്ട് ദ ലിമിറ്റേഷൻസ് ഓഫ് റിസർച്ച്. റിസർച്ചിൻ്റെ ലിമിറ്റേഷൻസിനെ പോയിന്റ് ഔട്ട് ചെയ്യാൻ. ആൻഡ് ഇറ്റ് ഓൾസോ എഡ്യൂക്കേറ്റ്സ് ദ പ്രോബ്ലം. എന്താണ് നമ്മുടെ റിസർച്ച് പ്രോബ്ലം എന്നുള്ളത് നമ്മളെ മനസ്സിലാക്കി തരുന്നു, എഡ്യൂക്കേറ്റ് ചെയ്യുന്നുണ്ട്. ആൻഡ് ഇറ്റ് എസ്റ്റാബ്ലിഷ് ദ മേജർ അസംഷൻസ്. നമ്മുടെ മേജർ അസംഷൻസ് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നുണ്ട്. ദെൻ ദ നെക്സ്റ്റ് വൺ, ഇറ്റ് സ്റ്റേറ്റ് ദ കോണ്ടെക്സ്റ്റ് ഓഫ് പ്രോബ്ലം. ഏത് തരത്തിലുള്ള പ്രോബ്ലം ആണ് എന്നുള്ളത് ദാറ്റ് കോണ്ടെക്സ്റ്റ് സ്റ്റേറ്റ് ചെയ്യുന്നുണ്ട്. ദെൻ സെവൻത്ത് വൺ, ഇറ്റ് അഫോർഡ്സ് ഇക്കോണമി ഇൻ റിസർച്ച്. അതായത് നമ്മുടെ റിസർച്ചിലൊരു ഇക്കണോമി അഫോർഡ് ചെയ്യാൻ നമുക്ക് പറ്റണം. സോ അതെല്ലാം എന്തിലൂടെ പോസിബിൾ ആണത്, നമ്മൾ ഫൈനലൈസ് ചെയ്തിട്ടുള്ള ഒരു പ്രോബ്ലത്തിനെ നമ്മൾ എന്ത് ചെയ്യണം, ഫോർമുലേറ്റ് ചെയ്യണം. അപ്പോൾ നമ്മുടെ നാലാമത്തെ സ്റ്റെപ്പ് എന്താണ്, ഫോർമുലേഷൻ ഓഫ് എ പ്രോബ്ലം. റിസർച്ച് പ്രോബ്ലം നമ്മൾ ഫോർമുലേറ്റ് ചെയ്യണം. ഫോർമുലേറ്റ് ചെയ്യുക മീൻ അതൊരു സയൻറ്റിഫിക് റിസർച്ച് ക്വസ്റ്റ്യൻ ആയിട്ട് ട്രാൻസ്ലേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ ട്രാൻസ്ഫോം ചെയ്യുക. അത്തരത്തിൽ ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പോഴത്തെ ബെനിഫിറ്റ്സ് എന്താ, നമുക്ക് റിസർച്ചിന് ഒരു സെൻസ് ഓഫ് ഡയറക്ഷൻ കിട്ടുന്നു, അതിൻ്റെ സ്കോപ്പ് ഐഡൻറ്റിഫൈ ചെയ്യാം, അതിൻ്റെ ലിമിറ്റേഷൻസ് ഐഡൻറ്റിഫൈ ചെയ്യാം, പ്രോബ്ലം എന്താണെന്ന് മനസ്സിലാക്കാം, മേജർ അസംഷൻസ് എസ്റ്റാബ്ലിഷ് ചെയ്യാം, ആ പ്രോബ്ലത്തിൻ്റെ കോണ്ടെക്സ്റ്റ് സ്റ്റേറ്റ് ചെയ്യാം. ദെൻ നമ്മുടെ ഇക്കണോമി അതിനെ അഫോർഡ് ചെയ്യാൻ വേണ്ടി പറ്റും. യെസ്, ദെൻ ദ സ്റ്റെപ്സ് ഇൻ ഫോർമുലേഷൻ. നമ്മളിപ്പോൾ ഫോർമുലേറ്റ് ചെയ്യുന്നു എന്ന് പറഞ്ഞു ഇല്ലേ, പ്രോബ്ലത്തിനെ ഫോർമുലേറ്റ് ചെയ്യുന്നു, അതായത് ഒരു സയൻറ്റിഫിക് റിസർച്ച് ക്വസ്റ്റ്യൻ ആക്കുന്നു. ആ ഒരു ട്രാൻസ്ലേഷൻ അല്ലെങ്കിൽ ആ ഒരു ട്രാൻസ്ഫോർമേഷൻ്റെ സ്റ്റെപ്സ് ആണ് നമ്മൾ ഇനി പറയണത്. The first one, develop a title. That means
A specific title should be given to the problem. The title of the study indicates the objective of the researcher and disclose is it a case study or descriptive study or experimental study. നമ്മൾ ആദ്യം ഒരു ടൈറ്റിൽ ഡെവലപ്പ് ചെയ്യണം. നമ്മുടെ പ്രൊജക്റ്റിൻ്റെ നമ്മുടെ റിസർച്ചിൻ്റെ ഒരു ടൈറ്റിൽ. ദാറ്റ് മീൻസ് ഒരു ടൈറ്റിൽ ഡെവലപ്പ് ചെയ്യുമ്പോൾ ആ ഒരു സ്പെസിഫിക് ടൈറ്റിൽ എന്ത് കാണിക്കണം, എന്തൊക്കെ ഇൻഡിക്കേറ്റ് ചെയ്യണം, നമ്മുടെ ഒബ്ജക്റ്റീവ് എന്താ, റിസർച്ചർ ഈ ഒരു പ്രൊജക്റ്റ് അല്ലെങ്കിൽ ഈ ഒരു റിസർച്ച് കൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത്, ആ ഒരു ഒബ്ജക്റ്റീവ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നതായിരിക്കണം. അതുപോലെ തന്നെ അത് ഏത് ടൈപ്പാണ്, കേസ് സ്റ്റഡി ആണോ, അതൊരു ഡിസ്ക്രിപ്റ്റീവ് റിസർച്ച് ആണോ, അല്ലെങ്കിൽ അതൊരു എക്സ്പെരിമെന്റൽ സ്റ്റഡി ആണോ, അത്തരത്തിൽ ഏത് സ്റ്റഡിയാണ് അല്ലെങ്കിൽ ഏത് ടൈപ്പ് ഓഫ് റിസർച്ച് ആണ് ഡിസ്ക്ലോസ് ചെയ്യാൻ പറ്റുന്നതായിരിക്കണം. അതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്, ഒരു ടൈറ്റിൽ ഡെവലപ്പ് ചെയ്യാന്ന് പറയുന്ന ഫസ്റ്റ് സ്റ്റെപ്പിൽ പറയണത്. Then the second one, work out conceptual model. Then the second സ്റ്റെപ്പിൽ, അതായത് റിസർച്ച് പ്രോബ്ലം ഫോർമുലേറ്റ് ചെയ്യുന്ന സെക്കൻഡ് സ്റ്റെപ്പാണ് വർക്ക് ഔട്ട് കൺസെപ്ച്വൽ മോഡൽ. അതിൽ എന്താ പറയണത്? കൺസെപ്ച്വൽ മോഡൽ ഗീവ്സ് an exact idea about the research problem, properties and variables. Researcher narrow down the general problem to a specific one, and sometimes he wants to broaden a narrow question to a general specific one. അതായത് റിസർച്ച് പ്രോബ്ലം ഫോർമുലേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? സെക്കൻഡ് സ്റ്റെപ്പ് ആയിട്ട് ഒരു കൺസെപ്ച്വൽ മോഡൽ വർക്ക്ഔട്ട് ചെയ്യണം. ആ കൺസെപ്ച്വൽ മോഡൽ ഒരു എക്സാക്റ്റ് ഐഡിയ തരും റിസർച്ച് പ്രോബ്ലത്തിനെ പറ്റിയിട്ട്, അല്ലെങ്കിൽ ആ റിസർച്ചിന്റെ പ്രോപ്പർട്ടീസിനെ പറ്റിയിട്ട്, അല്ലെങ്കിൽ ഏതൊക്കെ വാരിയബിൾസ് അതിൽ പഠിക്കാൻ പോകുന്നത്, റിസർച്ചിന്റെ പ്രോബ്ലം എന്താ, അതിന്റെ പ്രോപ്പർട്ടീസ് എന്താ, ഏതൊക്കെ വാരിയബിൾസ് നമ്മൾ സ്റ്റഡി ചെയ്യുന്നു, ഇങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ചിട്ട് എക്സാക്റ്റ് ഐഡിയ തരുന്നതാണ് കൺസെപ്ച്വൽ മോഡൽ. അതായത് മേ ബി ഒരു ജനറൽ പ്രോബ്ലത്തിനെ സ്പെസിഫിക് ആക്കാം, അല്ലെങ്കിൽ ഒരു സ്പെസിഫിക് പ്രോബ്ലത്തിന് എന്ത് ചെയ്യാം, ഒരു ജനറൽ സ്പെസിഫിക് വന്നാക്കാം. അതാണ് കൺസെപ്ച്വൽ മോഡലിൽ നമ്മൾ ചെയ്യണത്. Then the third one, extensive literature survey. നമ്മൾ നേരത്തെ എന്ത് ചെയ്തു? ഒരു ഇനീഷ്യൽ ടെൻറ്റേറ്റീവ് സെലക്ഷന് ശേഷം സെക്കൻഡ് പോയിന്റിൽ നമ്മളൊരു ലിറ്ററേച്ചർ സർവേ നടത്തി, അതായത് ഒരു ഇനീഷ്യൽ സർവേ. ഇവിടെ റിസർച്ച് പ്രോബ്ലം ഫോർമുലേറ്റ് ചെയ്യുമ്പോൾ തേർഡ് സ്റ്റെപ്പായിട്ട് നമ്മൾ എന്താ ചെയ്യുന്നത്? എക്സ്റ്റെൻസീവ് ലിറ്ററേച്ചർ സർവേ. നമ്മൾ റിസർച്ച് പ്രോസസ്സിൽ വെരി ക്രൂഷ്യൽ അല്ലെങ്കിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ലിറ്ററേച്ചർ റിവ്യൂ ചെയ്യുക. ലിറ്ററേച്ചർ റിവ്യൂ ചെയ്യാന്ന് പറയുമ്പോൾ ഒരു ക്രിട്ടിക്കൽ ലുക്കാണ്. അതായത് അത് നമ്മുടെ റിസർച്ച് സ്റ്റഡിയുടെ സിഗ്നിഫിക്കൻസ് അല്ലെങ്കിൽ അതിൻ്റെ ഇമ്പോർട്ടൻസ്, അല്ലെങ്കിൽ അതിൽ മുന്നേ നടത്തിയിട്ടുള്ള സ്റ്റഡീസ്, എംപെരിക്കൽ ലിറ്ററേച്ചർ, അതല്ലെങ്കിൽ അതിൻ്റെ കൺസെപ്ച്വൽ ലിറ്ററേച്ചർ, അതെല്ലാം ക്രിട്ടിക്കലി നമ്മൾ എന്ത് ചെയ്യാണ്? സ്റ്റഡി ചെയ്യാണ്, അനലൈസ് ചെയ്യാണ്. ദെൻ അതിന് നമ്മൾ പബ്ലിഷ്ഡ് സോഴ്സസും അൺപബ്ലിഷ്ഡ് സോഴ്സസ് എല്ലാം യൂസ് ചെയ്യും. ജേർണൽസ് ആവാം, ഗവൺമെൻറ് റിപ്പോർട്ട്സ് ആവാം, ബുക്സ് ആവാം. അത് നമ്മുടെ പ്രോബ്ലം എന്താണോ ഡിപ്പെൻഡ് ചെയ്യണത്, അല്ലെങ്കിൽ പ്രോബ്ലം എന്താണോ ഡിമാൻഡ് ചെയ്യുന്നത്, അതിനനുസരിച്ചിട്ടാണ് നമ്മൾ ഏത് സോഴ്സ് ആണോ യൂസ് ചെയ്യുന്നത്. സോ നമ്മൾ എന്താ പറഞ്ഞു വരുന്നത്? നമ്മുടെ നാലാമത്തെ സ്റ്റെപ്പാണ് ഫോർമുലേഷൻ ഓഫ് എ പ്രോബ്ലം. ഒരു റിസർച്ച് പ്രോബ്ലം നമ്മൾ എന്ത് ചെയ്യാണ്? ഫോർമുലേറ്റ് ചെയ്യാണ്. ഇത്തരത്തിൽ റിസർച്ച് പ്രോബ്ലം ഫോർമുലേറ്റ് ചെയ്യുന്നതിൽ ഫസ്റ്റ് സ്റ്റെപ്പ് ടൈറ്റിൽ ഡെവലപ്പ് ചെയ്യുക, സെക്കൻഡ് സ്റ്റെപ്പ് അതിൻ്റെ കൺസെപ്ച്വൽ മോഡൽ ഡെവലപ്പ് ചെയ്യുക, ദെൻ തേർഡ് സ്റ്റെപ്പ് എന്താണ്? ലിറ്ററേച്ചർ സ്റ്റഡി ചെയ്യുക. നമ്മൾ നേരത്തെ പറഞ്ഞു കൺസെപ്ച്വൽ ലിറ്ററേച്ചർ ആവാം, എംപെരിക്കൽ ലിറ്ററേച്ചർ ആവാം. അതിന് ഡാറ്റ കളക്ട് ചെയ്യുന്നത് എവിടുന്ന? പബ്ലിഷ്ഡ് സോഴ്സ് ആവാം, അൺപബ്ലിഷ്ഡ് സോഴ്സ് ആവാം. ദെൻ നമ്മളിപ്പോൾ പറഞ്ഞ കാര്യങ്ങൾ, അതായത് സോഴ്സസ് ഓഫ് ലിറ്ററേച്ചർ നമുക്കറിയാം, ചെറുത് മുതലേ പഠിക്കുന്നതാണ്. പ്രൈമറി സോഴ്സസ് ഉണ്ട്, സെക്കൻഡറി സോഴ്സസ് ഉണ്ട്. പ്രൈമറി സോഴ്സസ് എന്താ? നമ്മളിപ്പോൾ ഒരാളെ ഇന്റർവ്യൂ ചെയ്യുകയാണ് ഡയറക്റ്റ് ആയിട്ട്, പ്രൈമറി സോഴ്സ് ആണ്, അതായത് ഫസ്റ്റ് ഹാൻഡ് ഇൻഫർമേഷൻ ആണ്. ദെൻ സ്പീച്ചസ്, നമ്മൾ ഒരു സ്പീച്ച് കേൾക്കുകയാണ് ഒരാളുടെ, അതായത് അതായത് നമ്മൾ എഴുതിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു ന്യൂസ് പേപ്പർ ആർട്ടിക്കിൾ. ദെൻ നമ്മളൊരു കോൺഫറൻസ് അറ്റൻഡ് ചെയ്യാന്നുണ്ടെങ്കിൽ ദാറ്റ് കോൺഫറൻസ് പ്രൊസീഡിങ്സ്. ദെൻ നമ്മുടെ ലാബ് നോട്ട്ബുക്സ്, ഡയറീസ്, മെമ്മോറാണ്ട, പേഴ്സണൽ ഫയൽസ്, അത്തരത്തിൽ അൺപബ്ലിഷ് ചെയ്യാത്ത വർക്കുകൾ, അതെല്ലാം എന്താണ്? ഫസ്റ്റ് ഹാൻഡ് ഇൻഫർമേഷൻ ആണ്, അല്ലെങ്കിൽ പ്രൈമറി ഇൻഫർമേഷൻസ് ആണ്. ഇപ്പോൾ സോഴ്സസ് ഓഫ് ലിറ്ററേച്ചർ പ്രൈമറി സോഴ്സും ഉണ്ട്, സെക്കൻഡറി സോഴ്സും ഉണ്ട്. പ്രൈമറി സോഴ്സ് എന്ന് പറയുമ്പോൾ റോ ഡാറ്റ അല്ലെങ്കിൽ ഫസ്റ്റ് ഹാൻഡ് ഇൻഫർമേഷൻ, അതായത് ഒറിജിനൽ സോഴ്സസ് ഓഫ് ഇൻഫർമേഷൻ ബിഫോർ ഇറ്റ് ഹാസ് ബീൻ അനലൈസ്ഡ്. അതിനെ അനലൈസ് ചെയ്യുന്നതിൻ്റെ മുന്നേ, അതിനെ ഇന്റർപ്രറ്റ് ചെയ്യുന്നതിൻ്റെ മുന്നേ, ദാറ്റ് ഒറിജിനൽ സോഴ്സ് അല്ലെങ്കിൽ ദാറ്റ് റോ ഡാറ്റ, ദാറ്റ് ഫസ്റ്റ് ഹാൻഡ് ഇൻഫർമേഷൻ, അതിനെയാണ് പ്രൈമറി സോഴ്സ് പറയാം.
അതിന് എക്സാമ്പിൾ ആണ് ഇന്റർവ്യൂ, സ്പീച്ചസ്, കോൺഫറൻസ് പ്രൊസീഡിങ്സ്, ന്യൂസ് പേപ്പർ ആർട്ടിക്കിൾ റിട്ടേൺ അറ്റ് ദ ടൈം, ദെൻ അൺപബ്ലിഷ്ഡ് വർക്ക് ആയിട്ടുള്ള നമ്മുടെ പേഴ്സണൽ ഫയൽസ്, ഡയറീസ്, മെമ്മോറാണ്ട, ലാബ് നോട്ട്ബുക്സ് എക്സെട്ര. ദെൻ ദ സെക്കൻഡ് വൺ എന്താ? സെക്കൻഡറി സോഴ്സസ്. സെക്കൻഡറി സോഴ്സസ് എന്ന് പറഞ്ഞാൽ എന്താ? ഓൾറെഡി അനലൈസ് ചെയ്തിട്ടില്ല, ഓൾറെഡി ഇന്റർപ്രറ്റ് ചെയ്തിട്ടുള്ള പ്രൈമറി ഡാറ്റ, അതിനെയാണ് നമ്മൾ സെക്കൻഡറി സോഴ്സസ് എന്ന് പറയുന്നത്. ചിലപ്പോൾ ബയോഗ്രഫീസ് ആവാം, ജേർണൽസ് ആവാം, ആർട്ടിക്കിൾസ് ആവാം, ടെക്സ്റ്റ് ബുക്കുകൾ ആവാം, ദെൻ എഡിറ്റോറിയൽസ് ആവാം, ദെൻ ലിറ്റററി ക്രിറ്റിസിസംസ് ആവാം, പബ്ലിഷ്ഡ് റിപ്പോർട്ടുകൾ ആവാം. അതെല്ലാം സെക്കൻഡറി സോഴ്സസിന് എക്സാമ്പിൾ ആണ്. സോ നമ്മളിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഫോർത്ത് സ്റ്റെപ്പാണ്. ഫോർത്ത് സ്റ്റെപ്പ് എന്താണ്? ഫോർമുലേഷൻ ഓഫ് റിസർച്ച് പ്രോബ്ലം, ഡെവലപ്പ് എ ടൈറ്റിൽ ഡെവലപ്പ് ചെയ്യുന്നു, ദെൻ കൺസെപ്ച്വൽ മോഡൽ വർക്ക് ഔട്ട് ചെയ്യുന്നു, ദെൻ ലിറ്ററേച്ചർ സ്റ്റഡി ചെയ്യുന്നു. ലിറ്ററേച്ചർ സ്റ്റഡി ചെയ്യുന്നത് അതിന് രണ്ട് സോഴ്സസ് ആണ്, പ്രൈമറി ആൻഡ് സെക്കൻഡറി സോഴ്സസ്. ദെൻ ഇത്തരത്തില് ലിറ്ററേച്ചർ സ്റ്റഡി ചെയ്യുന്നതിന്റെ ഒബ്ജക്റ്റീവ്സ് എന്താണെന്നാണ് നമ്മൾ പറയണത്. എന്തിനാണ് നമ്മൾ ലിറ്ററേച്ചർ സ്റ്റഡി ചെയ്യുന്നത്? ഫസ്റ്റ് പോയിന്റ്, ടു പ്രൊവൈഡ് എ കോണ്ടെക്സ്റ്റ് ഫോർ റിസർച്ച്, റിസർച്ചിന്റെ കോണ്ടെക്സ്റ്റ് ഐഡന്റിഫൈ ചെയ്യാൻ. ദെൻ ടു അറ്റൈൻ എ ബാക്ക്ഗ്രൗണ്ട് നോളജ് ഫോർ ദി റിസർച്ച്, റിസർച്ചിന് ഒരു ബാക്ക്ഗ്രൗണ്ട് നോളജ് അറിയാൻ. ദെൻ നമ്മുടെ പ്രീവിയസ് തിയറീസ് എന്തായിരുന്നു, റിസർച്ചിൽ മുന്നേ നടന്ന സ്റ്റഡീസ് അല്ലെങ്കിൽ പ്രീവിയർ കൺക്ലൂഷൻസ് എന്തായിരുന്നു എന്ന് മനസ്സിലാക്കാൻ. ദെൻ ടു ഇല്ലുസ്ട്രേറ്റ് ദ സബ്ജക്ട്, നമ്മുടെ സബ്ജക്റ്റിന് നമ്മൾ എവിടെ നിന്ന് തുടങ്ങണം അല്ലെങ്കിൽ എങ്ങനെ ഇല്ലുസ്ട്രേറ്റ് ചെയ്ത് തുടങ്ങണം അത് മനസ്സിലാക്കാൻ. ദെൻ ടു ഐഡന്റിഫൈ ദ റിലേറ്റഡ് കൺസെപ്റ്റ്സ്, അതായത് നമ്മൾ എടുത്ത ഒരു ടോപ്പിക്കുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കൺസെപ്റ്റുകൾ ഐഡന്റിഫൈ ചെയ്യാൻ. ദെൻ ടു ഔട്ട്ലൈൻ ദ റിസർച്ച് ഗ്യാപ്പ്, അതായത് നമ്മുടെ പ്രീവിയസ് സ്റ്റഡിയും നമ്മൾ ഇപ്പോൾ ഒരു സെയിം ടോപ്പിക്കിൽ മുന്നേ നടന്ന സ്റ്റഡിയും ഇനി നടക്കാൻ പോകുന്ന നമ്മുടെ സ്റ്റഡി, അതിൻ്റെ ആ ഒരു പീരീഡ്, ആ ഒരു ഗ്യാപ്പ് എത്ര സമയം എടുത്തിട്ടുണ്ട് അല്ലെങ്കിൽ എത്ര ഗ്യാപ്പ് വന്നിട്ടുണ്ട്, ആ ഒരു റിസർച്ച് ഗ്യാപ്പ് ഐഡന്റിഫൈ ചെയ്യാൻ. അതിനെല്ലാം നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ലിറ്ററേച്ചർ റിവ്യൂ ചെയ്യുന്നുണ്ട്. സോ വാട്ട് ആർ ദ ഒബ്ജക്റ്റീവ്സ് ഓഫ് ലിറ്ററേച്ചർ? ലിറ്ററേച്ചർ റിവ്യൂ ചെയ്യുന്നതിൻ്റെ ഒബ്ജക്റ്റീവ്സ് എന്താ? റിസർച്ച് എന്നൊരു കോണ്ടെക്സ്റ്റ് തരുന്നുണ്ട്, ബാക്ക്ഗ്രൗണ്ട് നോളജ് തരുന്നുണ്ട്, ദെൻ പ്രീവിയസ് തിയറീസ് അല്ലെങ്കിൽ പ്രീവിയസ് കൺക്ലൂഷൻസ് മനസ്സിലാക്കാൻ, സബ്ജക്റ്റിനെ ഇല്ലുസ്ട്രേറ്റ് ചെയ്യാൻ, റിലേറ്റഡ് കൺസെപ്റ്റ്സ് ഐഡന്റിഫൈ ചെയ്യാൻ, ദെൻ ഒരു റിസർച്ച് ഗ്യാപ്പ് അല്ലെങ്കിൽ എത്രത്തോളം ഉണ്ടെന്ന് മനസ്സിലാക്കാൻ. അതിനെല്ലാം ലിറ്ററേച്ചർ റിവ്യൂ സഹായിക്കുന്നു. ദെൻ അതുപോലെ തന്നെ ടു ഫോർമുലേറ്റ് റിസർച്ച് ഹൈപ്പോത്തസിസുകൾ സെറ്റ് ചെയ്യാൻ. ദെൻ നമ്മുടെ മുന്നേ റിസർച്ച് ചെയ്തിട്ടുള്ള റിസർച്ചേഴ്സ് അവർ എന്തൊക്കെ ഡാറ്റയാണ് അല്ലെങ്കിൽ ഏതൊക്കെ സോഴ്സ് യൂസ് ചെയ്തു എന്നറിയാൻ. ആൻഡ് ടു റീഫോക്കസ്, റിഫൈൻ ആൻഡ് ഇവൻ ചേഞ്ച് ദ ടോപ്പിക്, നമുക്ക് ടോപ്പിക്ക് ചേഞ്ച് ചെയ്യാൻ, അതായത് നമുക്ക് ഇനി തോന്നുകയാണ് ടോപ്പിക്കിൽ ഇനി ഒന്നും പഠിക്കാനില്ല തോന്നുകയാണെങ്കിൽ അത് ചേഞ്ച് ചെയ്യാൻ, അല്ലെങ്കിൽ അതിൽ നമ്മൾ എടുത്തിട്ടുള്ള ഒരു ഫോക്കസ് ചെയ്തിട്ടുള്ള ഒരു എലമെന്റിന് വേറെ, അതായത് ഫർദർ റീഫോക്കസ് ചെയ്യാൻ, അല്ലെങ്കിൽ നമ്മൾ ഫോർമുലേറ്റ് ചെയ്തിട്ടുള്ള ഒരു പ്രോബ്ലത്തിനെ റിഫൈൻ ചെയ്യാൻ എല്ലാം എന്ത് സഹായിക്കുന്നുണ്ട്? ലിറ്ററേച്ചർ റിവ്യൂ സഹായിക്കുന്നുണ്ട്. ദെൻ അതുപോലെ ടു സ്റ്റഡി ഹൗ സ്ട്രക്ചേർഡ് ദ ടോപ്പിക് ബൈ അതേഴ്സ്, എങ്ങനെയാണ് മറ്റുള്ളവർ ആ ഒരു ടോപ്പിക്കിനെ നോക്കി കണ്ടിട്ടുള്ളത് അല്ലെങ്കിൽ എങ്ങനെയാണ് അവർ അതിനെ ഫ്രെയിം ചെയ്തിട്ടുള്ളത് അത് മനസ്സിലാക്കാൻ. ദെൻ ടു റെക്കഗ്നൈസ് സ്യൂട്ടബിൾ മെത്തഡോളജി, നമ്മുടെ ആ ഒരു റിസർച്ച് പ്രോബ്ലം ക്യാരി ഔട്ട് ചെയ്യാൻ ഏത് മെത്തഡോളജി യൂസ് ചെയ്യണം, ഏത് റിസർച്ച് ഡിസൈൻ യൂസ് ചെയ്യണം, ഏത് മെത്തേഡ്സ് ആൻഡ് ടെക്നിക്സ് ഓഫ് അനാലിസിസ് യൂസ് ചെയ്യണം, അതെല്ലാം ഐഡന്റിഫൈ ചെയ്യാനുള്ള ഒരു പ്ലാറ്റ്ഫോമാണ് ആക്ച്വലി എന്ത്? ലിറ്ററേച്ചർ റിവ്യൂ ചെയ്യാം. ലിറ്ററേച്ചർ മീൻസ് എംപെരിക്കൽ ലിറ്ററേച്ചർ ആവാം, കൺസെപ്ച്വൽ ലിറ്ററേച്ചർ ആവാം. യെസ്, ദെൻ ഇപ്പം നമ്മൾ പറഞ്ഞു ടൈറ്റിൽ ഡെവലപ്പ് ചെയ്യുന്നു പറഞ്ഞില്ലേ, ദെൻ കൺസെപ്ച്വൽ മോഡൽ ഡെവലപ്പ് ചെയ്യുന്നു, ലിറ്ററേച്ചർ റിവ്യൂ ചെയ്യുന്നു. ഇനി റിസർച്ച് പ്രോബ്ലം ഫോർമുലേറ്റ് ചെയ്യുമ്പോൾ പിന്നെ എന്ത് ചെയ്യണം? ഡിഫൈനിങ് ദ ഒബ്ജക്റ്റീവ്സ് ഓഫ് ദി സ്റ്റഡി, അതായത് നമ്മുടെ റിസർച്ചിൻ്റെ അല്ലെങ്കിൽ നമ്മുടെ സ്റ്റഡിയുടെ ഒബ്ജക്റ്റീവ്സിനെ ഡിഫൈൻ ചെയ്യണം. The objectives indicate what we trying to get out of the study. നമ്മൾ എന്താണ് അതെന്ന് മനസ്സിലാക്കി എടുക്കേണ്ടത് അല്ലെങ്കിൽ എന്താണ് നമ്മൾ അതെന്ന് മനസ്സിലാക്കാൻ പോണത്? വി ആർ ട്രൈങ് ടു ഗെറ്റ് ഔട്ട്, അതിന് എന്താ കണ്ടുപിടിക്കാൻ പോണത്? അതാണ് ഒബ്ജക്റ്റീവ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. ആൻഡ് ദാറ്റ് ഒബ്ജക്റ്റീവ്സ് മേ ബി സ്റ്റേറ്റഡ് എയ്തർ ഇൻ സ്റ്റേറ്റ്മെന്റ്സ് ഓർ ഇൻ ക്വസ്റ്റ്യൻസ്. നമ്മുടെ റിസർച്ചിന്റെ ഒബ്ജക്റ്റീവ്സ് നമ്മൾ എന്താണ് അതെന്ന് പഠിക്കുന്നത് എന്നുള്ളത് ഒന്നുകിൽ സ്റ്റേറ്റ്മെന്റ്സ് ആയിട്ട് എന്ത് ചെയ്യാം, എഴുതാം, റെക്കോർഡ് ചെയ്യാം, അല്ലാന്നുണ്ടെങ്കിൽ ക്വസ്റ്റ്യൻ ഫോമിലായിരിക്കാം. Then the fifth step, setting investigative questions. Investigative questions എന്ത് ചെയ്യണം? നമ്മൾ സെറ്റ് ചെയ്യണം.
After determining the objectives of the study, the next step is to formulate investigation questions. അതായത് ഇപ്പോൾ നമ്മൾ എന്തിനാണ് അല്ലെങ്കിൽ എന്താണ് നമ്മുടെ എയിം, എന്താ ഒബ്ജക്റ്റീവ് എന്താണെന്നെല്ലാം സ്റ്റേറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് എന്ത് ചെയ്യണം? ക്വസ്റ്റ്യൻസ് ഫോർമുലേറ്റ് ചെയ്യണം. നമ്മൾ എന്താണോ പഠിക്കാൻ ഉദ്ദേശിക്കുന്നത് അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ ഫോർമുലേറ്റ് ചെയ്യണം. അപ്പോൾ നമ്മൾ ആദ്യം മുതൽ ഒന്നുകൂടി ജസ്റ്റ് ഒന്ന് പറയാൻ കേട്ടോ. നമ്മുടെ ഫസ്റ്റ് പോയിന്റ് എന്തായിരുന്നു? റിസർച്ച് പ്രോബ്ലം ടെൻറ്റേറ്റീവായി സെലക്ട് ചെയ്യുക. സെക്കൻഡ് വൺ ഇനീഷ്യൽ സർവേ. തേർഡ് വൺ അതിനെ പ്രോബ്ലത്തിനെ ഫൈനലൈസ് ചെയ്യുക. ഫോർത്ത് വൺ ലിറ്ററേച്ചർ റിവ്യൂ ചെയ്യുക അല്ലേ. ആ ലിറ്ററേച്ചർ റിവ്യൂ ചെയ്യുക എന്നുള്ളതിലാണ് ഈ 5 സ്റ്റെപ്പുകൾ വന്നത്. സോറി, നമ്മൾ പ്രോബ്ലം ഫോർമുലേറ്റ് ചെയ്യുക എന്നുള്ളതിലാണ് ഈ 5 സ്റ്റെപ്പുകൾ വന്നത്. ഫസ്റ്റ് സ്റ്റെപ്പ് ടൈറ്റിൽ ഡെവലപ്പ് ചെയ്യുക. സെക്കൻഡ് വൺ കൺസെപ്ച്വൽ മോഡൽ ഡെവലപ്പ് ചെയ്യുക. തേർഡ് വൺ നമ്മൾ പറഞ്ഞു ലിറ്ററേച്ചർ റിവ്യൂ ചെയ്യുക. ഫോർത്ത് വൺ ഒബ്ജക്റ്റീവ്സ് സെറ്റ് ചെയ്യുക. ഫിഫ്ത്ത് വൺ ഇൻവെസ്റ്റിഗേറ്റീവ് ക്വസ്റ്റ്യൻസ് എടുക്കുക. ഓക്കെ, അപ്പം നമ്മൾ നമ്മുടെ 4 സ്റ്റെപ്പുകൾ കഴിഞ്ഞു. ഇനി അഞ്ചാമത്തെ സ്റ്റെപ്പ് എന്താണ്? ഫോർമുലേഷൻ ഓഫ് ഹൈപ്പോത്തിസിസ്. ഹൈപ്പോത്തിസിസ് നമ്മൾ എന്ത് ചെയ്യാണ്? ഫോർമുലേറ്റ് ചെയ്യാണ്. ഈ ഹൈപ്പോത്തിസിസ് എന്ന് പറയുന്നത് എന്താ? A hypothesis is a tentative assumption made in order to draw out and test its logical or empirical consequences. അതായത് നമ്മുടെ സ്റ്റഡിയുടെ ലോജിക്കൽ അല്ലെങ്കിൽ എംപെരിക്കൽ കോൺസിക്വൻസസിനെ ടെസ്റ്റ് ചെയ്യാനുള്ള ഒരു ടെൻറ്റേറ്റീവ് അസംഷനെയാണ് ഹൈപ്പോത്തേസിസ് എന്ന് പറയുന്നത്. അതായത് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ കൊറോണ മേ ബി എഫക്ട് ദ ഇക്കോണമി, കൊറോണ എഫക്റ്റഡ് ദ ഇക്കോണമി വെരി വെൽ. ഹൈപ്പോത്തേസിസ് ആണ്, ഇക്കണോമിനെ കൊറോണ എഫക്ട് ചെയ്തു. ദെൻ നമ്മൾ ഓൾട്ടർനേറ്റീവായിട്ട് കൊറോണ നോട്ട് എഫക്റ്റഡ് അല്ലെങ്കിൽ നോട്ട് ഇൻഫ്ലുവൻസ് ഇക്കോണമി, ഇക്കണോമിനെ കൊറോണ ഇൻഫ്ലുവൻസ് ചെയ്യുന്നില്ല. രണ്ടും എന്താണ്? ഹൈപ്പോത്തേസിസുകൾ സെറ്റ് ചെയ്യാണ്. അതായത് ടെൻറ്റേറ്റീവ് അസംഷൻസ് ആണ്. ഇനി നമ്മൾ എന്ത് ചെയ്യാണ്? അതിനെ ടെസ്റ്റ് ചെയ്യാനാണ് പോണത് അല്ലേ. സോ ഹൈപ്പോത്തേസിസ് എന്ന് പറയുന്നത് ഒരു റിസർച്ചിന് ക്രൂഷ്യൽ ആണ്. And hypothesis shows the relationship between 2 or more variable. 2 variablesന്റെ റിലേഷൻഷിപ്പ്, കൊറോണ ആൻഡ് ഇക്കോണമി, കൊറോണയുടെ എഫക്റ്റ് ഇക്കോണമിയിൽ എങ്ങനെ, ഈ 2 വേരിയബിൾ ആണ് നമ്മൾ അവിടെ സ്റ്റഡി ചെയ്യണത്. Then there may be 1 or more hypothesis. ചിലപ്പോൾ ഒന്നായിരിക്കാം അല്ലെങ്കിൽ ഒന്നിലധികം ഹൈപ്പോത്തേസിസുകൾ, ഡിപ്പെൻസ് അപ്പോൺ ദി നാച്ചർ ഓഫ് സ്റ്റഡി നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ഫോർമുലേറ്റ് ചെയ്യുന്നുണ്ട്. ദെൻ ഹൈപ്പോത്തേസിസ് എന്ന് പറയുന്നത് അസംഷൻസ് ആണ് അല്ലെങ്കിൽ നമ്മുടെ പ്രഡിക്ഷൻസ് ആണ്. കൊറോണ ഇക്കണോമിനെ എഫക്ട് ചെയ്തു അല്ലെങ്കിൽ കൊറോണ ഇക്കണോമിനെ എഫക്ട് ചെയ്തിട്ടില്ല, നമ്മുടെ പ്രഡിക്ഷൻസ് ആണ്. ദെൻ ഇറ്റ് സെർവ് ആസ് എ ഗൈഡ് ഫോർ റിസർച്ച്. ഈ ഹൈപ്പോത്തേസിസ് എന്ന് പറയുന്നത് നമ്മുടെ റിസർച്ചിന്റെ ഒരു ഗൈഡായിട്ട് ആക്ട് ചെയ്യുന്നുണ്ട്. ദെൻ ദ നെക്സ്റ്റ് വൺ, ഹൈപ്പോത്തേസിസ് ഷുഡ് ബി ഫോർമുലേറ്റഡ് ബിഫോർ റിസർച്ച്. എപ്പോഴും റിസർച്ച് ചെയ്യുന്നതിന്റെ മുന്നെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഹൈപ്പോത്തേസിസ് ഫോർമുലേറ്റ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് അതൊരു പ്രഡിക്ഷൻ ആണ് അല്ലെങ്കിൽ അസംഷൻ ആണ് എന്ന് പറയുന്നത്. ദെൻ ഇറ്റ് ഷുഡ് ബി വെരി സ്പെസിഫിക്. ഹൈപ്പോത്തേസിസുകൾ എപ്പോഴും നമ്മൾ ഭയങ്കര സ്പെസിഫിക് ആയിട്ട്, അതായത് ജസ്റ്റ് വൺ സ്റ്റേറ്റ്മെന്റിൽ എന്ത് ചെയ്യണം? റിഫ്ലക്ട് ചെയ്യണം അല്ലെങ്കിൽ ഫോർമുലേറ്റ് ചെയ്യണം. ആൻഡ് ഹൈപ്പോത്തേസിസ് ആർ നെവർ പ്രൂവ്ഡ്. ഹൈപ്പോത്തേസിസുകളെ പ്രൂവ് ചെയ്യുന്നില്ല നമ്മൾ. കൊറോണ ഇക്കണോമിനെ എഫക്ട് ചെയ്തു, അത് പ്രൂവ് ചെയ്യപ്പെടുന്നില്ല. അല്ലെങ്കിൽ കൊറോണ എന്ന് പറയുന്ന ഒരു നമ്മുടെ പാൻഡമിക് എന്ത് ചെയ്യുന്നില്ല അല്ലെങ്കിൽ നമ്മളെ എഫക്ട് ചെയ്തിട്ടില്ല. അത് പ്രൂവ് ചെയ്യല്ല, അത് ടെസ്റ്റ് ചെയ്യുക മാത്രമേ നമ്മൾ ചെയ്യുന്നുള്ളൂ. ദെൻ ഇറ്റ് ലീഡ്സ് ദ റിസർച്ച് ടു ദ റൈറ്റ് പാത്ത്. അതായത് റിസർച്ചറിനെ ആ റിസർച്ച് ഒന്നും വ്യതിചലിക്കാതെ റൈറ്റ് പാത്തിൽ മൂവ് ചെയ്യാൻ എന്ത് സഹായിക്കുന്നുണ്ട്? ഹൈപ്പോത്തേസിസ് സഹായിക്കുന്നുണ്ട്. സോ നമ്മൾ പറഞ്ഞത് നമ്മുടെ 5th സ്റ്റെപ്പ് ഹൈപ്പോത്തേസിസ് ഫോർമുലേറ്റ് ചെയ്യുക. ഹൈപ്പോത്തേസിസ് എന്ന് പറയുന്നത് ഒരു ടെൻറ്റേറ്റീവ് അസംഷൻ ആണ്, അതായത് നമ്മുടെ ഒരു പ്രഡിക്ഷൻ ആണ്. അത് റിസർച്ചിനെ ഗൈഡ് ചെയ്യുന്നു, റിസർച്ചറെ റൈറ്റ് പാത്തിൽ മൂവ് ചെയ്യുന്നു. അത് വളരെ സ്പെസിഫിക് ആവണം. അത് നമ്മൾ പ്രൂവ് ചെയ്യുന്നില്ല, ടെസ്റ്റ് ചെയ്യുന്നില്ലൂ. ദെൻ റിസർച്ചിന്റെ മുന്നേ നമ്മൾ അത് ഫോർമുലേറ്റ് ചെയ്യണം. ദെൻ അത് പ്രഡിക്ഷൻസ് ആണ്. ദെൻ മേ ബി 1 അല്ലെങ്കിൽ മോർ ദാൻ 1 ഹൈപ്പോത്തേസിസുകൾ സെറ്റ് ചെയ്യാം. ഒരു റിസർച്ചിന് ക്രൂഷ്യൽ ആയിട്ടുള്ള ഒരു എലമെന്റ് ആണ് ഹൈപ്പോത്തേസിസ്. അപ്പം അങ്ങനെയൊക്കെയാണ് ഫോർമുലേഷൻ ഓഫ് ഹൈപ്പോത്തേസിസ് എന്നുള്ള സ്റ്റെപ്പിൽ. ദെൻ ഹൈപ്പോത്തേസിസ് എന്തിനൊക്കെയാണ് അല്ലെങ്കിൽ ഇറ്റ് ഈസ് ഡെവലപ്ഡ് ബൈ, എന്തിനു വേണ്ടി അല്ലെങ്കിൽ എങ്ങനെയാണ് ഡെവലപ്പ് ചെയ്യണത്? കണ്ടക്ടിങ് ഡിസ്കഷൻ വിത്ത് എക്സ്പേർട്സ് അബൌട്ട് ദ പ്രോബ്ലം. ആ ഒരു പ്രോബ്ലത്തിനെ എക്സ്പേർട്സുമായിട്ട് ഡിസ്കസ് ചെയ്ത് നമ്മൾ എന്ത് ചെയ്യാം? ഹൈപ്പോത്തേസിസ് കണ്ടക്ട് ചെയ്യാം, ഹൈപ്പോത്തേസിസ് ഡെവലപ്പ് ചെയ്യാം. അതായത് റിസർച്ച് ഡിസ്കഷൻസ് കണ്ടക്ട് ചെയ്ത് ഹൈപ്പോത്തേസിസ് ഡെവലപ്പ് ചെയ്യാം. അതല്ലാന്നുണ്ടെങ്കിൽ എക്സാമിനിങ് ഡാറ്റ ആൻഡ് റെക്കോർഡ്സ് റിലേറ്റഡ് വിത്ത് ദ പ്രോബ്ലം.
അല്ലെങ്കിൽ ആ ഒരു പ്രോബ്ലത്തിന്റെ പ്രീവിയസ് റെക്കോർഡ്സ് അല്ലെങ്കിൽ ഡാറ്റ എക്സാമിൻ ചെയ്ത് നമ്മൾ എന്ത് ചെയ്യും, ഹൈപ്പോത്തസിസ് ഡെവലപ്പ് ചെയ്യും. അതല്ലാന്നുണ്ടെങ്കിൽ സിമിലർ സ്റ്റഡീസിനെ റിവ്യൂ ചെയ്ത് അതിന്ന് നമ്മൾ എന്ത് ചെയ്യും, ഹൈപ്പോത്തസിസ് ഡെവലപ്പ് ചെയ്യും. അതല്ലാന്നുണ്ടെങ്കിൽ എക്സ്പ്ലോറേറ്ററി പേഴ്സണൽ ഇൻവെസ്റ്റിഗേഷൻ, അതായത് നമ്മൾ പേഴ്സണലി സെർച്ച് ചെയ്ത് ഈ ഒരു ഫോമിൽ ഹൈപ്പോത്തസിസ് സെറ്റ് ചെയ്യാം, ആ ഒരു തീരുമാനത്തിലെത്തും. അതായത് ഹൈപ്പോത്തസിസ് എങ്ങനെയാണ് സെറ്റ് ചെയ്യണത്, ചിലപ്പോൾ എക്സ്പേർട്സുമായിട്ടൊക്കെ നമ്മൾ ചർച്ച ചെയ്ത് സെറ്റ് ചെയ്യും, അല്ലെങ്കിൽ പ്രീവിയസ് സ്റ്റഡീസിന്റെ ബേസിൽ, അല്ലെങ്കിൽ നമ്മുടെ പേഴ്സണൽ ഒപ്പീനിയൻസിന്റെ പേഴ്സണൽ ഇൻവെസ്റ്റിഗേഷൻസിന്റെ ബേസ് ചെയ്ത്, അല്ലെങ്കിൽ റെക്കോർഡ്സും ഡാറ്റാസൊക്കെ എക്സാമിൻ ചെയ്തു. ഇനി നമ്മുടെ ആറാമത്തെ സ്റ്റെപ്പാണ് ഡെഫിനിഷൻ ഓഫ് കൺസെപ്റ്റ്സ്. നമ്മുടെ കൺസെപ്റ്റ്സിനെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഡിഫൈൻ ചെയ്യുന്നുണ്ട്. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞു ഒബ്ജക്റ്റീവ്സ് അല്ലെങ്കിൽ ഒബ്ജക്റ്റീവ്സ് സെറ്റ് ചെയ്യുന്നു, ടൈറ്റിൽ സെറ്റ് ചെയ്യുന്നു, ഇൻവെസ്റ്റിഗേറ്റീവ് ക്വസ്റ്റ്യൻ സെറ്റ് ചെയ്യുന്നു, ഹൈപ്പോത്തസിസുകൾ സെറ്റ് ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞു. ഇനി അതിനെയൊക്കെ ഡെഫിനിഷൻ ഓഫ് കൺസെപ്റ്റ്സ്, അതായത് ആ കൺസെപ്റ്റ്സിനെയൊക്കെ നമ്മൾ എന്ത് ചെയ്യാണ്, തിയററ്റിക്കലി ഡിഫൈൻ ചെയ്യാണ്. ടൈറ്റിൽ ഡിഫൈൻ ചെയ്യുന്നു, ഒബ്ജക്റ്റീവ് ഡിഫൈൻ ചെയ്യുന്നു, ഇൻവെസ്റ്റിഗേറ്റീവ് ക്വസ്റ്റ്യൻസ് ഡിഫൈൻ ചെയ്യുന്നു, ഹൈപ്പോത്തസിസിനെ ഡിഫൈൻ ചെയ്യുന്നു. അതാണ് 6th സ്റ്റെപ്പ്. Then the seventh one എന്ന് പറയുന്നത് പ്രിപ്പറേഷൻ ഓഫ് ദി റിസർച്ച് ഡിസൈൻ. ഇനി നമ്മൾ റിസർച്ച് ഡിസൈൻ പ്രിപ്പയർ ചെയ്യാൻ പോവാണ്. റിസർച്ച് ഡിസൈൻ പ്രിപ്പയർ ചെയ്യാന്ന് പറയുമ്പോൾ ആക്ച്വലി റിസർച്ച് ഡിസൈൻ എന്ന് പറയുന്നത് എന്താ, നമ്മുടെ റിസർച്ചിന്റെ ഒരു ഫ്രെയിമാണ്, കൺസെപ്ച്വൽ സ്ട്രക്ചർ, ദാറ്റ് ഫ്രെയിം, അതിനെയാണ് നമ്മൾ റിസർച്ച് ഡിസൈൻ എന്ന് പറയുന്നത്. ഓക്കെ, സോ ആ റിസർച്ച് ഡിസൈൻ എന്തിനൊക്കെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നു, ഇറ്റ് ഡിപ്പെൻഡ്സ് അപ്പോൺ ദ പർപ്പസ് ഓഫ് റിസർച്ച്. റിസർച്ചിന്റെ പർപ്പസ് എന്താ, റിസർച്ച് ഡിസ്ക്രിപ്റ്റീവ് ആണോ, ഡയഗ്നോസിസ് ആണോ, എക്സ്പെരിമെന്റൽ ആണോ, എക്സ്പ്ലോറേഷൻ ആണോ, ഏത് രീതിയിലുള്ള റിസർച്ച് ആണ്, വാട്ട് ആർ ദ ടൈപ്പ് ഓഫ് റിസർച്ച്, അല്ലെങ്കിൽ റിസർച്ചിന്റെ ടൈപ്പ് എന്താണ്, പർപ്പസ് എന്താണ്, അതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടിരിക്കും എന്ത്, റിസർച്ച് ഡിസൈൻ. Then research designs are prepared by considering the following. നമ്മൾ പറയാൻ പോകുന്ന ഈ കാര്യങ്ങളൊക്കെ ബേസ് ചെയ്തിട്ടാണ് റിസർച്ച് ഡിസൈൻസ് പ്രിപ്പയർ ചെയ്യുന്നത്. ഫസ്റ്റ് വൺ, ദ വേ ഓഫ് ഒബ്റ്റൈനിങ് ഇൻഫർമേഷൻ, ഏത് രീതിയിലാണ് നമുക്ക് ഇൻഫർമേഷൻസ് കളക്ട് ചെയ്യാം. ആൻഡ് ദ സ്കിൽസ് പൊസസ്ഡ് ബൈ ദ റിസർച്ചർ, റിസർച്ചർക്ക് എത്രമാത്രം സ്കിൽസ് ഉണ്ട്, റിസർച്ച് സ്കിൽസ് ഉണ്ട്. ദെൻ നമ്മുടെ സ്റ്റഡിക്ക് എത്രമാത്രം ടൈം അവൈലബിൾ ആണ് ആൻഡ് എത്രമാത്രം ഫിനാൻസ് അവൈലബിൾ ആണ്. നമ്മുടെ ടൈം, ഫിനാൻസ്, സ്കിൽ, ദെൻ ദ വേ ഓഫ് ഒബ്റ്റൈനിങ് ഇൻഫർമേഷൻ, ഈ 4 കാര്യങ്ങളാണ് നമ്മുടെ റിസർച്ച് ഡിസൈൻ പ്രിപ്പയർ ചെയ്യാൻ നമ്മളെ സഹായിക്കുന്നത്. റിസർച്ച് ഡിസൈൻ എന്ന് പറഞ്ഞാൽ നമ്മൾ എങ്ങനെ റിസർച്ച് കണ്ടക്ട് ചെയ്യുന്നു എന്നുള്ളതിന്റെ ഒരു തിയറിറ്റിക്കൽ അല്ലെങ്കിൽ ഒരു കൺസെപ്ച്വൽ സ്ട്രക്ചർ, ആ ഒരു ഫ്രെയിമിനെയാണ് റിസർച്ച് ഡിസൈൻ എന്ന് പറയുന്നത്. ആൻഡ് ഈ റിസർച്ച് ഡിസൈൻ നമ്മൾ സെലക്ട് ചെയ്യുന്നത് അതിന്റെ ടൈപ്പ്, നമ്മൾ എക്സ്പ്ലോറേഷൻ റിസർച്ച് ആണോ, ഡിസ്ക്രിപ്ഷൻ റിസർച്ച് ആണോ, ഡയഗ്നോസ്റ്റിക് റിസർച്ച് ആണോ, എക്സ്പെരിമെന്റൽ റിസർച്ച് ആണോ കണ്ടക്ട് ചെയ്യണത്, ആ ഒരു ടൈപ്പിനെ ബേസ് ചെയ്തിരിക്കും. ദെൻ നമ്മുടെ 8th സ്റ്റെപ്പ്, ഡിറ്റർമിനേഷൻ ഓഫ് ദ സാമ്പിൾ ഡിസൈൻ. ഇനി 8ാമത്തെ സ്റ്റെപ്പിൽ എന്താ ചെയ്യണത്, സാമ്പിൾ ഡിസൈൻ ഡിറ്റർമൈൻ ചെയ്യാണ്. സാമ്പിൾ ഡിസൈൻ എന്ന് പറയുന്നത് ഒരു ഡെഫിനിറ്റ് പ്ലാൻ ആണ്. ഇറ്റ് ഡിറ്റർമൈൻഡ് ബിഫോർ എനി ഡാറ്റ ആർ ആക്ച്വലി കളക്റ്റഡ് ഫോർ ഒബ്റ്റൈനിങ് സാമ്പിൾ ഫ്രം എ പോപ്പുലേഷൻ. നമ്മൾ നമ്മുടെ റിസർച്ചിന് വേണ്ടിയിട്ട് ഒരു പോപ്പുലേഷൻ സെറ്റ് ചെയ്യുക, അല്ലെങ്കിൽ അത് സാമ്പിളൊക്കെ കളക്ട് ചെയ്യുന്നതിന്റെ മുന്നേ നമ്മൾ സാമ്പിൾ ഡിസൈൻ എന്ത് ചെയ്യും, ഡെഫിനറ്റ് ആയിട്ടൊരു പ്ലാൻ ഉണ്ടാക്കും. ഇപ്പൊ 100 പോപ്പുലേഷൻ, അതിന്ന് 50 സാമ്പിൾസ് എടുക്കുന്നു എന്നൊക്കെ പറഞ്ഞ് എന്ത് ചെയ്യുന്നുണ്ട്, സാമ്പിൾ ഡിസൈൻ എന്ത് ചെയ്യും, ഡെഫിനറ്റ് ആയിട്ട് അല്ലെങ്കിൽ കൃത്യമായിട്ട് പ്രോപ്പറായിട്ട് പ്ലാൻ ചെയ്ത് വെക്കും, ഡിറ്റർമൈൻ ചെയ്ത് വെക്കും. സോ അതാണ് നമ്മുടെ 8th പോയിന്റിൽ പറയുന്നത്. അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ കുറച്ചധികം കാര്യങ്ങൾ പറഞ്ഞു, അതായത് നമ്മുടെ റിസർച്ചിന്റെ പ്രോസസ് ആണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അല്ലേ. റിസർച്ചിന്റെ പ്രോസസ്സിൽ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് എന്താ, ഒരു ടോപ്പിക് സെലക്ട് ചെയ്യുക. അതായത് ടെൻറ്റേറ്റീവ് ആയിട്ട് നമ്മൾ ഓക്കെ ഇത് നല്ലതാണ് അല്ലെങ്കിൽ പഠിക്കാനുണ്ട് എന്ന് തോന്നുന്ന ഒരു ടോപ്പിക് ടെൻറ്റേറ്റീവ് ആയിട്ട് സെലക്ട് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ്. ദെൻ സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് എന്താ, സെക്കൻഡ് സ്റ്റെപ്പിൽ നമ്മൾ അതിൻ്റെ ഒരു ഇനീഷ്യൽ സർവേ നടത്തുന്നു. ആ ഒരു റിസർച്ചിൽ ഒരു ഇനീഷ്യൽ സർവേ അല്ലെങ്കിൽ ലിറ്ററേച്ചർ ഒന്ന് റിവ്യൂ ചെയ്യുന്നു. ദെൻ 3ാമത് ടോപ്പിക് ഫൈനലൈസ് ചെയ്യുന്നു. 4ാമത് റിസർച്ച് ഫോർമുലേറ്റ് ചെയ്യുന്നു, അതായത് പ്രോബ്ലം ഫോർമുലേറ്റ് ചെയ്യുന്നു, റിസർച്ച് പ്രോബ്ലം. ആ റിസർച്ച് പ്രോബ്ലം ഫോർമുലേറ്റ് ചെയ്യുന്നതിൽ ടൈറ്റിൽ ഡെവലപ്പ് ചെയ്യുന്നുണ്ട്, കൺസെപ്ച്വൽ മോഡൽ വർക്ക്ഔട്ട് ചെയ്യുന്നുണ്ട്,
ലിറ്ററേച്ചർ സ്റ്റഡി ചെയ്യുന്നുണ്ട്. ദെൻ നമ്മുടെ ഒബ്ജക്റ്റീവ്സ് ഡിഫൈൻ ചെയ്യുന്നുണ്ട്. ഇൻവെസ്റ്റിഗേറ്റീവ് ക്വസ്റ്റ്യൻസ് സെറ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ 5ാമത്തെ സ്റ്റേജ് ആണ് ഹൈപ്പോതെസിസ് ഫോർമുലേറ്റ് ചെയ്യണത്. ദെൻ 6ാമത്തെ സ്റ്റേജ് ആണ് കൺസെപ്റ്റ്സ് ഡിഫൈൻ ചെയ്യുന്നത്. 7ാമത്തെ സ്റ്റേജിൽ റിസർച്ച് ഡിസൈൻ പ്രിപ്പയർ ചെയ്യുന്നു. 8ാമത്തെ സ്റ്റേജിൽ സാമ്പിൾ ഡിസൈൻ ഡിറ്റർമൈൻ ചെയ്യുന്നു. ഓക്കെ, ഇനി കുറച്ചും കൂടി സ്റ്റേജസ് അല്ലെങ്കിൽ പ്രോസസ് ഓഫ് റിസർച്ച് എന്ന് പറയുന്നത് ഇനിയുണ്ട്. അത് നമ്മൾ നമ്മുടെ നെക്സ്റ്റ് ക്ലാസ്സിൽ പറയാം കേട്ടോ. താങ്ക് യു.